നമസ്കാരം. ഭഗവാന്റെ ജഗന്നാഥപുരി എന്ന ക്ഷേത്രത്തിൽ ഏറ്റവും ഭഗവാന് ഇഷ്ടപ്പെട്ട വഴിപാട് എന്താണെന്ന് അറിയാമോ? കിച്ചടിയാണ്. ആ കിച്ചടിക്ക് പിറകിലൊരു അമ്മയുടെ സ്നേഹത്തിൻ്റെ കഥയുണ്ട്. ആ കഥയെ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. അതായത് ഭഗവാന് എപ്പോഴും സ്വന്തം മകനായിട്ട്, ഭഗവാനെ എപ്പോഴും സ്വന്തം മകനായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയുണ്ടായിരുന്നു. ബാലഗോപാല രൂപത്തിലാണ് അമ്മ ആ കുട്ടിയെ ആരാധിച്ചു വന്നിരുന്നത്, ആ ഭഗവാൻ ആരാധിച്ചു വന്നിരുന്നത് ജഗന്നാഥേശ്വരനെ. സ്വന്തം ഭക്തി കൊണ്ട് ഭഗവാന്റെ മൂർത്തിഭാവത്തെ പോലും മാറ്റാൻ സാധിക്കുമെന്ന് പല ഭക്തന്മാരും തെളിയിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് പൂന്താനന്ദന്. കാരണം സാക്ഷാത് ചതുർബാഹുവായിരിക്കുന്ന നാരായണനെ ഉണ്ണിക്കണ്ണനായി കണ്ടുകൊണ്ട് ജീവിതം സാക്ഷാത്കരിച്ച ആളിൽ ഒരാളാണ് പൂന്താനത്തിൻ്റെ. ഒറ്റ ആ ഒരു ഭാവനാശക്തിയാണ് ഭഗവാനെ ഇന്ന് നമ്മൾ ആരാധിക്കുന്ന ഉണ്ണിക്കണ്ണനിലേക്ക് മാറ്റിയത്. സാക്ഷാൽ നാരായണനായിരിക്കുന്ന, ചതുർബാഹുവായിരിക്കുന്ന നാരായണനാണ് അവിടുത്തെ പ്രതിഷ്ഠ. മഹാവിഷ്ണുവാണ്. ആ ഭഗവാനെ ഉണ്ണിക്കണ്ണനായിക്കൊണ്ട് ആ ഭക്തൻ വിളിച്ചു കഴിഞ്ഞ ഭക്തന്റെ ഭാവനക്കനുസരിച്ചാണ് ഭഗവാൻ എന്നുള്ളത് ജീവിതം കൊണ്ട് തെളിയിച്ച അനേകം ഭക്തന്മാരുണ്ട്. അത്തരം ഒരു ഭക്തിയുടെ ഉദാത്തമായ ഉദാഹരണമാണ് ജഗന്നാഥപുരിയിൽ നാം ഈ പറയുന്ന കിച്ചടി നിവേദ്യവുമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഭഗവാനെ അത്യധികം സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി ആണ് ആ അമ്മ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് വാത്സല്യഭക്തിയായിരുന്നു ഭഗവാനോട് ഉണ്ടായിരുന്നത്. പലതരം ഭക്തിയുണ്ട്, അതിൽ വാത്സല്യഭക്തിയാണ് ആ അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. സ്വന്തം മകനെ പോലെ കണ്ടിട്ട്. ആട് ഭഗവാനല്ല, സത്യത്തിൽ എൻ്റെ മകനാണ് എന്നുള്ള ചിന്തയിലൂടെയാണ് അമ്മ ആ ഭഗവാനെ പൂജിച്ചിരുന്നത്. ബാലഗോപാലൻ, ഉണ്ണിക്കണ്ണൻ. അപ്പോൾ എല്ലാ ദിവസവും ഈ അമ്മ പഴം നിവേദിക്കുമായിരുന്നു. പഴവർഗ്ഗങ്ങളാണ് നിവേദിക്കുക. ഇപ്പോഴും ഇങ്ങനെ പഴവർഗ്ഗങ്ങൾ നിവേദിച്ച് വരുന്ന സമയത്ത് അമ്മയ്ക്ക് ഒരു ദിവസം തോന്നി, എപ്പോഴും ഞാൻ എൻ്റെ കണ്ണന് പഴം കൊടുക്കുന്നതല്ലേ, ഇന്ന് നമുക്ക് ഒരു വ്യത്യസ്തമായിട്ട് ചിന്തിച്ചാലോ എന്ന് വിചാരിച്ച് അമ്മ ഒരു കിച്ചടി ഉണ്ടാക്കി. എന്നിട്ട് ഭഗവാന് വിളമ്പി. അത്ഭുതമെന്ന് പറയട്ടെ, ഇത്രയും കാലം ഫലങ്ങൾ കൊടുത്തിരിക്കുന്ന സമയത്ത് പോലും പ്രത്യക്ഷ ദർശനം ആ അമ്മയ്ക്ക് സാധ്യമല്ലാതിരുന്ന ആ അമ്മയ്ക്ക് മുന്നിൽ ബാലഗോപാലമൂർത്തിയായിട്ട്, സാക്ഷാ ഉണ്ണിക്കണ്ണനായിട്ട് ഭഗവാൻ ദർശനം നൽകി. എന്താ അമ്മേ ഇന്നൊരു വ്യത്യാസം എനിക്ക് തരുന്ന ഭക്ഷണത്തിൽ എന്ന് ആ അമ്മയോട് ആ ബാലഗോപാല രൂപത്തിലുള്ള ഭഗവാൻ ചോദിക്കുക, എന്താ ഇന്ന് പ്രത്യേകത? ആ അമ്മ കണ്ണ് നിറഞ്ഞുപോയി സന്തോഷം കൊണ്ട്. കാരണം താൻ ഇത്രയും കാലം ആരാധിച്ചിട്ട് അതും ഒരു ദർശനത്തിന് പോലും ഭഗവാൻ, എൻ്റെ ഉണ്ണിക്കണ്ണൻ്റെ ആ ദർശനത്തിന് അങ്ങനെ ഒരു ഇതേ അമ്മ കൊടുത്തിട്ടില്ല. അതായത് എനിക്ക് ദർശനം കിട്ടണമെന്നോ അങ്ങനെയുള്ള ഒരു ചിന്തയേ ഉണ്ടായിട്ടില്ല അമ്മയ്ക്ക്. പക്ഷേ നിഷ്കാമമായിട്ടുള്ള അമ്മയുടെ ആ ഭക്തിക്ക് മുന്നിൽ ഭഗവാൻ ആ ഭാവനാരൂപത്തിൽ, ആ ഭാവനാ സ്വരൂപൻ അവതരിക്കുകയാണ്. അങ്ങനെ അമ്മ സന്തോഷമായി. അമ്മക്ക് സന്തോഷം കൊണ്ട് അമ്മ കരയാം. അപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മ എപ്പോഴും അമ്മ വയ്ക്കുന്ന നിവേദ്യം കഴിക്കാൻ ഞാൻ വരുത്തുന്നുണ്ട്, ഞാൻ ഇത് ഭുജിക്കാറുണ്ട് അമ്മേ,
എന്നൊക്കെ പറഞ്ഞ് ഇതാക്കി അവസാനം ഉണ്ണിക്കണ്ണൻ ആ കിച്ചടി നല്ലവണ്ണം കഴിച്ച് സന്തോഷമായിട്ട് പറഞ്ഞു, എനിക്ക് ഇത് മതി അമ്മ, എനിക്ക് ഇത് ഉണ്ടാക്കി തന്നാൽ മതി എന്ന് ആ ജഗന്നാഥനോട് പറയാണ്. ജഗന്നാഥ സ്വരൂപനായിരിക്കുന്ന ഭഗവാൻ ബാലഗോപാലമൂർത്തിയായിട്ട് വന്നിട്ട് അമ്മയോട് പറയാന്ന്, എനിക്ക് ഇഷ്ടപ്പെട്ട നിവേദ്യം ഇതാണ്, എൻ്റെ അമ്മ തരുന്ന ഈ കിച്ചടിയാണെന്ന് പറഞ്ഞിട്ട് ഇനി മുതൽ എനിക്ക് ഇത് മതിയെന്ന് അമ്മയോട് പറയാണ്. അങ്ങനെ സന്തോഷം കൊണ്ട് എല്ലാ ദിവസവും അമ്മ ഇതേമാതിരി കിച്ചടി ഉണ്ടാക്കി കൊടുക്കുക. ഒരു ദിവസം ഈ പുറമേ നിന്നൊരു സന്യാസി വന്നിട്ട് അമ്മയോട് പറയാണ്, നിങ്ങൾ ഓക്കെ ഭഗവാന് കൊടുക്കുന്ന ഇതൊക്കെ നല്ലത് തന്നെ, പക്ഷേ ഭഗവാന് കൊടുക്കുമ്പോൾ പലതും അറിയാനുണ്ട്, നിങ്ങൾ ചിട്ടവട്ടങ്ങൾ നോക്കണം, കുളിച്ച് ശുദ്ധിയായിട്ട് ഇതാക്കാൻ പാടുള്ളൂ, അങ്ങനെയുള്ള കുറേ നിഷ്കർഷതകൾ സന്യാസി പറഞ്ഞു. അമ്മക്ക് വല്ലാതെ വിഷമായി. ഇതിപ്പോൾ സാരമില്ല, എന്തായാലും ഭഗവാന്റെ നിശ്ചയമായിരിക്കും എനിക്ക് ഇങ്ങനൊരു സന്യാസിയെ പരിചയപ്പെടുത്തി തന്നത്, ആ ഭഗവാന്റെ നിശ്ചയമായിരിക്കും എന്നോട് ഈ സന്യാസി വന്ന് പറഞ്ഞത് എന്ന് കരുതി അമ്മ പിറ്റേ ദിവസം രാവിലെ കുളിച്ച് നേരം ഇതാകുമ്പോഴേക്ക് സാധാരണ കൊടുക്കുന്ന ഇത് നേരം വൈകിയ സമയത്ത് പെട്ടെന്ന് ഈ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത്, അയ്യോ എനിക്ക് ഇന്ന് സമയം തെറ്റിപ്പോയല്ലോ, സാധാരണ എൻ്റെ കണ്ണിന് ഞാൻ നേരത്തെ കൊടുക്കുന്നതാണ്, ഇപ്പോൾ ഈ ആചാരം ഇതും കൊണ്ട് ഇദ്ദേഹം പറഞ്ഞതിനാൽ എനിക്ക് നേരം വൈകിപ്പോയല്ലോ, എൻ്റെ കണ്ണ ഞാൻ എന്താ ചെയ്യാന്ന് വിഷമത്തോടു കൂടി അമ്മ ആ നിവേദ്യം അവിടെ സമർപ്പിക്കുകയാണ്. ആ നിവേദ്യം സമർപ്പിച്ചു. പക്ഷേ അങ്ങനെ നിന്നൊക്കെ പെട്ടെന്ന് മേൽശാന്തി എന്തോ ഒരു കാര്യത്തിന് പോയി തിരിച്ച് ശ്രീകോവിലേക്ക് കയറുമ്പോൾ അവിടെ വായിൽ കിച്ചടിയുടെ അംശങ്ങൾ പറ്റിക്കിടക്കുന്ന കണ്ടു. ഇതെവിടുന്ന് വന്നു? ഇതുവരെ അങ്ങനെ ഒരു നിവേദ്യം അവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് എങ്ങനെ ആ നിവേദ്യം അവിടെ വന്നു എന്ന് ഇദ്ദേഹം ആശ്ചര്യപ്പെടുകയും ചെയ്തു. അവസാനം രാത്രി ഈ തിരുമേനി കിടന്നുറങ്ങുന്ന സമയത്ത് തിരുമേനിക്ക് സ്വപ്നദർശനം ഉണ്ടാവുകയാണ്. ഇങ്ങനെയൊരു അമ്മയുടെ കിച്ചടി നിവേദ്യമാണ് ആദ്യമായിട്ട് ഞാൻ നിവേദിക്കുന്നത്, വൃത്തിയും ശുദ്ധിയും അല്ല, അമ്മയുടെ സമർപ്പണ ബുദ്ധിയും വാത്സല്യവും മാത്രമായിരുന്നു എനിക്ക് ഞാൻ അവിടെ നോക്കിയിരുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു സന്യാസി വന്ന് പറയുകയും ആ അമ്മയുടെ ശ്രദ്ധ മുഴുവൻ ഭക്തിയിൽ നിന്നും നേരെ സമയനിഷ്ഠയിലേക്കും ശുചിത്വത്തിലേക്കും മാറുകയും ചെയ്തിരിക്കുകയാണ്. അതിന് കാരണക്കാരനായിരിക്കുന്ന അദ്ദേഹത്തോട് താങ്കൾ തീർച്ചയായിട്ടും ഇതെൻ്റെ കൽപ്പനയാണെന്ന് അറിയിക്കണം, എനിക്ക് വൃത്തിയും ശുദ്ധിയോ ഇതുമല്ല, എൻ്റെ എനിക്ക് ചെയ്യുന്ന സമർപ്പണവും എനിക്ക് ചെയ്യുന്ന ആ ഭക്തിയുമാണ് ഞാൻ അമ്മയുടെ ആ പ്രസാദം സ്വീകരിച്ചു കൊണ്ടിരുന്നത് എന്നും നിങ്ങൾ അറിയിക്കണം എന്ന് പറയുകയും ചെയ്ത് ഒരു സ്വപ്നദർശനം ഉണ്ടാവുകയാണ് അവർക്ക്. അവിടുത്തെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ തിരുമേനിക്ക്. ഇങ്ങനെ തിരുമേനി ആ ദർശനം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ദർശനത്തെടുത്ത ഈ സന്യാസിയോട് പറഞ്ഞു, നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റായിരുന്നു, എനിക്ക് ഇങ്ങനെയൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു, ഇത് സ്വപ്നദർശനം ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞു പോയി. അവസാനം അദ്ദേഹത്തിന് തെറ്റ് മനസ്സിലായി. അദ്ദേഹം ആ അമ്മയോട് പറഞ്ഞു, അമ്മ മാപ്പാക്കണം, അമ്മയുടെ സമർപ്പണത്തിന് മുന്നിൽ അമ്മയുടെ ആ ഭക്തിയുടെ മുന്നിൽ ഒരിക്കലും ആചാരത്തിനോ അനുഷ്ഠാനത്തിനോ അല്ല, മറിച്ച് ആ ഭക്തിക്ക് മുന്നിലാണ്, അമ്മയുടെ വാത്സല്യത്തിൻ്റെ മുന്നിൽ
ഭഗവാൻ അത്തക്കം പ്രസാദിച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അമ്മ വൃത്തിയോ ശുദ്ധിയോ അല്ല, പെട്ടെന്ന് കണ്ണനെ അമ്മയുടെ സമയത്തിന് ആ ഭക്തിയോട് കൂടെ കൊടുക്കണം എന്നുള്ളത് പറയുകയും പിന്നീടത് സാധാരണ മാതിരി അമ്മ തൻ്റെ തിരക്കിനിടയിൽ തന്നെ പെട്ടെന്ന് എൻ്റെ കണ്ണന് വിശക്കുമല്ലോ എന്നുള്ള ബോധത്തോടു കൂടി, സാധാരണ ദേവന് കൊടുക്കുന്ന ഒരു ബോധത്തോടു കൂടിയല്ല അമ്മ കൊടുക്കുന്നത്. എൻ്റെ കണ്ണന് വിശക്കുമല്ലോ, എൻ്റെ ഇല്ലെങ്കിൽ ഞാൻ ഇപ്പം ഇവിടെ നേരം വൈകി കഴിഞ്ഞാൽ എൻ്റെ കണ്ണൻ എന്താ കഴിക്കുക എന്നുള്ള ആ തരത്തിലാണ് അമ്മ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഏറ്റവും വളരെ ഇതായിട്ടുള്ള ഈ ഭഗവാന്റെ ആരാധ്യമായിരിക്കുന്ന അല്ല, ഭഗവാന്റെ അത്രയ്ക്കും ഭക്തിയോട് കൂടിയിട്ട് ആ പ്രസാദ സ്വീകരണം നടന്നുകൊണ്ടിരിക്കുകയും പിന്നീട് അത് ജഗന്നാഥപുരിയിൽ പ്രധാന നിവേദ്യമായിട്ട് മാറുകയും ചെയ്യാം. ഇപ്പോഴും ഭഗവാന് ഇത് വെച്ച് കഴിഞ്ഞാൽ തട്ടായിട്ടാണ് ആഹാരം നിർണ്ണയിക്കുന്നത്. അതിൽ ഏറ്റവും മുകളിൽ വെച്ചിരിക്കുന്ന കിച്ചടിയാണ് ആദ്യം നിവേദ്യമായി മാറുന്നതും ആദ്യം അവിടെ നിവേദിക്കുന്നതും. അത് ഒരമ്മയുടെ സ്നേഹത്തിൻ്റെ ഇതാണ്, ഒരമ്മയുടെ സമർപ്പണത്തിൻ്റെ ഒരു കഥയാണ് ഇത്. ഇത് നമ്മുടെ ബുദ്ധിയിലേക്ക് തരുന്ന ഒരു വെളിച്ചമുണ്ട്. നമ്മുടെ ഈശ്വരനോട് നമുക്ക് കാണിക്കുന്ന സ്നേഹവും ഭക്തിയും വിശ്വാസവും ആത്മാർത്ഥമാണെങ്കിൽ നമ്മുടെ കൊടുക്കുന്ന ഓരോ നിവേദ്യവും ഭഗവാൻ സ്വീകരിക്കും. മറിച്ച് നമ്മൾ നിഷ്കാമ ഭക്തിയോടെയല്ല ആ ഭഗവാൻ കൊടുക്കുന്നതെങ്കിൽ അത് ഭഗവാൻ സ്വീകരിക്കുകയില്ലയോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ നിഷ്കാമ ഭക്തിയോടുകൂടി അമ്മ പ്രേമവാത്സല്യപൂർവം അമ്മ കൊടുത്ത അന്നത്തെ ആ നിവേദ്യം ഇന്ന് ആ മഹാക്ഷേത്രത്തിൻ്റെ നിവേദ്യമായിട്ട് മാറിയത് എന്തുകൊണ്ടായിരിക്കുമെന്ന് സ്വയം വിലയിരുത്തുക. നമുക്ക് ഇത് നമ്മുടെ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യത്തെ ഉണർത്താൻ, ആ ഈശ്വരനിലുള്ള ഭക്തിയെ ഉണർത്താൻ വേണ്ടിയിട്ട് സഹായമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.